അങ്ങനെ ആ ഒരു യാത്ര അവസാനിക്കാറായി. അതായത് 365 കിലോമീറ്റർ താണ്ടി ചെയ്യുന്ന ഓരോ ദിവസം ഓരോ കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 365 കിലോമീറ്റർ, അത്രേ ഉള്ളൂ ഒരു വർഷം. അപ്പൊ എന്റെ ആ ഒരു 365 കിലോമീറ്റർ എന്നെ കൊണ്ടുപോയിരിക്കുന്നത് വളരെ വലിയ 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 കാര്യങ്ങളിലേക്കാവും അല്ലെ. വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാ. ഭൂമി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പച്ചപതിപ്പിക്കണം. ഈ പറയുന്ന ഡെമോക്രസി അല്ലെങ്കിൽ ഈ പറയുന്ന വിഡ്ഢികളായ ആൾക്കാരുടെ എല്ലാം മുഖംമൂടിയെല്ലാം കീറി സാധാരണ മനുഷ്യരുടെ മുമ്പിലെല്ലാം ഒന്ന് എത്തിക്കണം. അതോടൊപ്പം അവരെ ആ ഒരു ജ്ഞാനം നൽകണം. സമസ്ത പ്രപഞ്ചം എന്താന്നുള്ള ആ ഒരു ജ്ഞാനം എനിക്ക് നൽകണം. അപ്പോ ഇതെല്ലാം എന്റെ ഒരു കർത്തവ്യമായിട്ട് വന്നത് ഈ ഒരു 365 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ജേണിയില്ല. എന്റെ സ്പിരിച്വൽ ജേണി ആരംഭിക്കുന്നതാണെങ്കിലും ഏപ്രിൽ തൊട്ടാണ്. ഏപ്രിൽ മുതൽ വന്നു. ഭഗവത്ഗീത എന്റെ കയ്യിൽ വരുന്നതും മാർച്ച് 23-ലാണ്. അപ്പോൾ ഇതെല്ലാം എന്റെ ലൈഫിന്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്. എന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത പ്രപഞ്ചത്തിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. കാരണം എന്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ളവരുടെ പട്ടിണിയസുഖവും മാറ്റണമെന്നും അതോടൊപ്പം തന്നെ സമസ്ത പ്രപഞ്ചത്തിനും ശുദ്ധമായ വായു, വിഷമാണ് കുഞ്ഞുങ്ങളെല്ലാം ശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഒഴുക്കെല്ലാം നിർത്തി അവർക്ക് ശുദ്ധമായ പ്രാണവായും ശുദ്ധമായ ഭക്ഷണം അല്ലെ, സാത്വിക ഗുണമുള്ള ആയുസ്, മോജസും തേജസ്സും സൗന്ദര്യവും എല്ലാം വർദ്ധിക്കുന്ന രീതിയിൽ ആ ഒരു ബയോമാക്സ് എല്ലാം പെർഫെക്റ്റ് ആക്കുന്ന രീതിയിൽ ശുദ്ധമായ ഭക്ഷണം നൽകണമെന്നും കുടിക്കുന്ന വെള്ളം ക്ലോറിൻ ഫ്ലൂറൈഡും ഈ പറയുന്ന എലിയും മൈക്രോപ്ലാസ്റ്റിക്കും ഇതെല്ലാമാണ് നിങ്ങൾ കുടിക്കുന്നത്. അപ്പൊ അതെല്ലാം മാറ്റി ശുദ്ധമായ ഭൂമിയുടെ അടിയിലെ ഭൂഗർഭജലം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്നുള്ളതും ഇതെല്ലാം വളരെ 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 വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. കാരണം അതിന്റെ പദ്ധതി കാലചക്രം അല്ലെങ്കിൽ ഡിവൈൻ പവർ എനിക്കാണ് തന്നിരിക്കുന്നത്. അതായത് എന്റെ എല്ലാവിധ പ്രൊജക്ട് ഈ പറയുന്ന 5 വർഷം റിലാക്സ് കോഴ്സ് തുടങ്ങിയെങ്കിലും ഈ 5 വർഷം ഈ 4 വർഷം ഞാൻ ഈ പറയുന്ന ഫോറസ്റ്റ് പാത്തിങ് ഓൺലി ആ ഒരു കൺസെപ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. 2025-ലാണ് ഈ പറയുന്ന മെഡിറ്റേഷനിൽ ഈ പറയുന്ന സ്പിരിച്വൽ ജേണിലായിട്ടെല്ലാം പോകുമ്പോൾ എനിക്ക് ഇൻഡ്യൂഷൻ വഴി കിട്ടി ഇങ്ങനെ ഇത്രയും വലുതായത് 20 പ്രൊജക്ട് ആയതും സമസ്ത പ്രപഞ്ചത്തിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതും ആ കള്ളത്തരം എങ്ങനെ ഇല്ലാതാക്കുന്നു ഉള്ള മാർഗങ്ങൾ തെളിച്ചതും. അതായത് ഞാൻ ഒരു രാജാവാണ്. ഓക്കെ, എന്നെ 2025 ഒരു രാജാവാക്കി. അതായത് ഞാൻ ആരെയും തോപ്പിച്ചതല്ല, ഞാൻ എന്നെ തന്നെ തോപ്പിച്ചു. അതായത് UVSU, അതായത് എന്റെ ഉള്ള കാമ ക്രോധ ലോഭ ചിന്തകള്. 25 വയസ്സുള്ള ഒരു ഉഴപ്പനാണ് ഞാനൊന്നും കൂടി ഓർക്കണം. അപ്പൊ എനിക്ക് യാതൊരുവിധ ആഗ്രഹങ്ങളില്ല, അതോടൊപ്പം തന്നെ ക്രോധമില്ല, ദേഷ്യപ്പെടുന്നില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അവരെല്ലാം എന്നെ ഒരുപാട് കളിയാക്കാറുണ്ട്. പണ്ടാണെങ്കിലും മുഖഞ്ഞായിട്ട് ഒരച്ചാനെ, പക്ഷെ ഇപ്പൊ എല്ലാം ക്ഷമയാണ്. കാരണം ഞാൻ അത്രമാത്രം അപമാനപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറെ അല്ലെ അറിയാലോ, ബിസിനസ് ആയിട്ട് 5 വർഷമായിട്ട് യാതൊന്നും കിട്ടുന്നില്ല, പ്രോഫിറ്റ് ജനറേഷൻ ഒന്നുമില്ല, ഒരു മിഡിൽ ക്ലാസ് പയ്യൻ ഫാമിലി. അപ്പൊ ഇതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അതായത് ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു കഴിഞ്ഞു, ഒരുപാട് നിഷേധിക്കലും അതെല്ലാം സഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാജാവായി കഴിഞ്ഞു. അതായത് ഞാൻ എന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി. കാരണം മൈൻഡിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം കീഴ്പ്പെടുത്താം. കാരണം മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും വലിയ കാറ്റിനെ നിയന്ത്രിക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ അത് തന്നെയാണ് നമ്മുടെ മൈൻഡും. അപ്പൊ ഞാൻ അത് നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് എന്റെ ചിന്തകളും എന്റെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷനും എല്ലാം എന്റെ മൈൻഡിൽ എന്റെ ബ്രെയിനിൽ എനിക്ക് കറക്റ്റ് രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ എന്ത് ചിന്തിക്കണമെന്നും ഞാൻ എന്ത് സംസാരിക്കണമെന്നും ഞാൻ എന്ത് പറയണമെന്നും എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇതൊന്നും വെറുതെ വരുന്നതല്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് ഈ സമസ്ത പ്രപഞ്ചത്തിലെ എല്ലാവിധ അധർമ്മങ്ങളും കീഴ്പ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇവിടെ ധർമ്മം സ്ഥാപിക്കാനുള്ള ഒരു കഴിവും ശക്തിയും എനിക്ക് 2025 തന്നു. അതോടൊപ്പം ഇതെല്ലാം ഈസിലി നടക്കും. ഓക്കെ, അതായത് നിങ്ങൾ വെറുതെ കാണുക. കാരണം ഇത് എന്റെ അത്ഭുതങ്ങളാണ്. ഞാൻ മാജിക് കാണിക്കാൻ വന്നിരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ മാജിക് വഴി എല്ലാം ശുഭമാവുന്നതാണ്.